شهر رمضان الذي أنزل فيه القرآن ഖുർആൻ ഇറക്കപ്പെട്ട മാസമെന്ന് ആ മഹത്തായ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ ഖുർആൻ ഇറങ്ങിയ മാസം വരുന്നതിന് മുമ്പ് തന്നെ ആ മഹത്തായ മാസം റബ്ബിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യുമെന്ന് ഹബീബ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മാസം അത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് കുളിക്കണമല്ലോ, നല്ല ഡ്രസ്സ് ധരിക്കണമല്ലോ, ഒരുങ്ങി നിൽക്കണമല്ലോ. ആ കുളിക്കുളത്തിലെ വെള്ളം കൊണ്ടുള്ള കുളിയല്ല, ഷവറിൽ നിന്ന് വെള്ളമെടുത്തുള്ള കുളിയല്ല, പിന്നെ ഏത് കുളിയാടേ? ആ കുളിയെന്ന് ഞാൻ പറഞ്ഞത് ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്ന കുളിയാട്. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ പടി ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബലാ വബറാഅതി മിൻ കുല്ലി ഹഖ്ഖിൽ അദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. ജീവിതത്തിൽ സൽക്കർമ്മം കുറഞ്ഞുപോയി. റവാത്തിബ് സുന്നത്തുകൾ 22 നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 10 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. വിത്ർ നിസ്കാരം 11 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 3 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. ദുആ നിസ്കാരം 8 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. ളുഹറിന് മുമ്പ് 4-ഉം ളുഹറിന് ശേഷം 4-ഉമുണ്ട് സുന്നത്ത്. പക്ഷേ ഈ 2 വീതം മാത്രം നിസ്കരിച്ചിട്ടുണ്ടാകാം. അസറിന് മുമ്പ് 4 സുന്നത്ത്, മഗ്രിബിന് മുമ്പ് 2 സുന്നത്ത്, മഗ്രിബിന് ശേഷം 2 സുന്നത്ത്, ഇശായിന് മുമ്പ് 2, ഇശായിന് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. അതൊന്നും കൃത്യമായി നിർവഹിച്ചിട്ടില്ല. സൽക്കർമ്മം കുറഞ്ഞുപോയി. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. അയ്യാമുൽ ബീദ് 13, 14, 15 പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. അതുപോലെ 27, 28, 29 നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. അത്തരം സുന്നത്തുകൾ പലതും എടുത്തിട്ടില്ല. സൽക്കർമ്മം കുറഞ്ഞുപോയി. ഖുർആൻ ധാരാളം ഓതേണ്ടതായിരുന്നു. പക്ഷേ 1 ജുസ് അല്ലാതെ ഓതിയിട്ടില്ല. ദിവസേന 1 ജുസ് അല്ലെങ്കിൽ 2 പേജ് അങ്ങനെയല്ലാതെ ഓതിയിട്ടില്ല. എത്രയോ സലാത്ത് ചൊല്ലിയാൽ അത് ഹബീബ് നബി തങ്ങളുമായി വലിയ അടുപ്പം കിട്ടുന്ന സംഗതിയായിരുന്നു. പക്ഷേ 100 സലാത്തെങ്കിലും ദിനേന ചൊല്ലണമെന്ന് കരുതിയിട്ടും അത് പലപ്പോഴും ഒഴിഞ്ഞുപോയി. ആകയാൽ ഡ്യൂട്ടി ടൈം തന്ന റബ്ബിന്റെ മുമ്പിൽ വേണ്ടതുപോലെ ഡ്യൂട്ടി നന്നായി എടുത്തിട്ടില്ല. ഇനി ചെയ്ത ഫർളാണെങ്കിലോ ആ ഫർദിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു വലിയവനാണ് എന്ന അർത്ഥം മനസ്സിൽ വന്നിട്ടില്ല. വജ്ജഹത്തു വജ്ഹി എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോട് സംഭാഷണമാണെന്ന ചിന്ത വന്നിട്ടില്ല. ആ നിസ്കാരത്തിലും കച്ചവടത്തിന്റെ ചിന്തയും അതേ